നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. ധർമ്മസ്ഥലയിൽ വീണ്ടും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയതായി വിവരം. 2012 ധർമ്മസ്ഥലയിൽ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ വിട്ടൽ ഗൌഡ നൽകിയ മൊഴിയെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം ഉജിരെ ധർമ്മസ്ഥല റോഡരികിലെ ബംഗ്ലുഗുഡെ വനപ്രദേശത്ത് മണ്ണുനീക്കി പരിശോധിച്ചപ്പോഴാണ് ഒന്നിലധികം ആളുകളുടെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയതെന്നാണ് സൂചന. എന്നാൽ അന്വേഷണ സംഘം പ്രതികരിച്ചിട്ടില്ല. 1.5 മാസം മുമ്പ് വിവാദ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യ താൻ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ഉൾപ്പെട്ട അസ്ഥിഭാഗങ്ങൾ തനിക്ക് നൽകിയത് വിട്ടൽ ഗൌഡയാണെന്ന് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. തലയോട്ടി കിട്ടിയത് ബംഗ്ലുഗുഡയിൽ നിന്നാണെന്ന് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വനപ്രദേശത്തെ മുമ്പ് അസ്ഥികൾ കണ്ടെത്തിയ 11A നമ്പർ സ്ഥലത്തിനരികിൽ മണ്ണുനീക്കി പരിശോധിച്ചപ്പോഴാണ് അസ്ഥികൾ കിട്ടിയതെന്നാണ് വിവരം. ഈ പ്രദേശത്ത് കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പെടുത്തലിലെ പൊരുത്തക്കേടിനെ തുടർന്ന് കേസിൽ ചിന്നയ്യ അറസ്റ്റിലായതോടെ ധർമ്മസ്ഥല സൗജന്യ കർമ്മസമിതി പ്രവർത്തകരായ മഹേഷ് ടി തിമാറോട്ടി, ഗിരീഷ് മട്ടന്നൂർ, ടി ജയന്ത് തുടങ്ങിയവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നതിനിടെയാണ് വിട്ടൽ ഗൌഡയും കേസിൽ ഉൾപ്പെടുന്നത്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുക്കാമെന്ന് ഇയാളും അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. ഇയാൾ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയത്. അതേസമയം കോടതി 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ട ചിന്നയ്യയെ ശിവമുഗെ ജയിലിലേക്ക് മാറ്റി. ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ വീഡിയോകൾ പങ്കുവച്ച മലയാളി യൂട്യൂബർ ലോറി ഉടമ മനാഫിനെ തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ബെൽത്തങ്ങാടിയിലെ ഓഫീസിൽ വെച്ചാണ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയത്. ധർമ്മസ്ഥല സൗജന്യ കർമ്മസമിതി പ്രവർത്തകൻ ടി ജയന്തുമായി ചേർന്ന് ഇയാൾ ഒട്ടേറെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ധർമ്മസ്ഥലയിലെ ദുരൂഹത ഒഴിയുന്നില്ല. ഇനി അവർ എത്ര പേരെ കൊന്നിട്ടുണ്ടെങ്കിലും അതൊന്നും തെളിയാനും പോകുന്നില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.